ഈ ഒത്തിരി മനസ്സ് കൊടുക്കുമ്പോൾ ഒരു യാത്ര ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതിനേക്കാൾ നമ്മളെ മനസ്സിനെ തണുപ്പിക്കാൻ പറ്റിയ മറ്റൊരു മാർഗ്ഗമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അതെ, ഡിസംബറും മഞ്ഞും സർവോപരി നമുക്ക് വെക്കേഷനായ ടൈമല്ലേ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഊട്ടി തിരഞ്ഞെടുത്ത് അടിപൊളിയായിട്ടൊരു യാത്ര പോയാലോ? അതായത് നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണ നമ്മൾ പോകുന്നത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെയൊക്കെ കൂടെ വണ്ടി എടുത്തിട്ടല്ലേ പോവുക. അതിന് പകരം TN ട്രാൻസ്പോർട്ടേഷനിൽ നമുക്കൊന്ന് ഊട്ടി തന്നെ പോയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? അതെ, അതായത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിതിൽ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതായത് ഡെയിലി നമുക്ക് കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്ക് ഒരു ബസ്സുണ്ട്, തമിഴ്നാട് ബസ്സുണ്ട്. അപ്പം നമുക്ക് ആ ബസ് കയറിയിട്ട് നല്ല വൈബോട് കൂടിയിട്ട് ഊട്ടി പോയാലോ? അടിപൊളിയായിരിക്കും അല്ലേ? ഒന്നുകൂടി അടിപൊളിയാക്കിയാൽ പോകുന്ന വഴിയിലെ കാഴ്ചകളും പിന്നെ TN ബസ്സിലെ ആ പഴയ തമിഴ് പാട്ടില്ലേ, അതാണ് കേട്ടോ. അതും കൂടി ആയപ്പോൾ അടിപൊളിയായി. ശരിക്കും ഒരു യാത്ര ഫീൽ ചെയ്യുന്നത് അവരിലൂടെ അല്ലെങ്കിൽ അവരിൽ ഒരാളായി യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള യാത്രകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പം അങ്ങനെ ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇതേ അങ്ങനെ ഫൈനലി നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ മഞ്ഞ ബസ്സിൽ ഇങ്ങനെയുള്ളൊരു ബസ്സിലായിട്ട് നമ്മൾ വന്ന് കയറുന്ന തിരക്കിൽ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള പിന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ ഹോട്ടൽ കണ്ടെത്തുക, ഫ്രഷ് ആവുക, പുറത്തേക്ക് ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മൾ നടന്ന് തന്നെ പോകണം എന്നുള്ളായിരുന്നു ഒരു വിഷ്. അതാണല്ലോ അതിൻ്റെ ഒരു രസം. അതുപോലെ തന്നെ അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്തിട്ട് അതൊരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ അവിടെ. എന്താണെന്നറിയോ? നമ്മൾ അവിടുന്ന് ലോക്കൽ ബസ് കയറുന്ന സമയത്ത് ഒരു 20 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകണമെങ്കിൽ വുമൻസിന് ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഊട്ടിയിലെത്തിയതിന് ശേഷം നമുക്ക് ആസ് യൂഷ്വൽ എല്ലാവരും പോകുന്ന പോലെ ബോട്ട് ഹൗസ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ടീ ഫാക്ടറി, പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ചെന്ന് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒന്നുകൂടി ബെറ്ററായി തോന്നുന്നൊരു കാര്യം, അതായത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് അവരുടെ വില്ലേജിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് നോക്കാം. നല്ല കാഴ്ചയായിരിക്കും, നല്ല വൈബായിരിക്കും കേട്ടോ. അങ്ങനെ ഊട്ടിയിലെ തണുപ്പും കാഴ്ചകൾക്കും ഒക്കെ ശേഷം തിരിച്ചു വരാനായിട്ട് ഇതേ വണ്ടി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഊട്ടി മെയിൻ സ്റ്റാൻഡിൽ 3 മണിക്ക് ഈ ബസ് ഉണ്ടാവുകയെ. അപ്പോൾ ഈ ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് പോരാം. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഈ യാത്രയിൽ ഒരിക്കലും ഒരു വീഡിയോ അല്ലെങ്കിൽ വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ എടുത്ത് വീഡിയോ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം തട്ടിക്കൂട്ട് സെറ്റാക്കി. കാരണമുണ്ട്. അതായത് ഇപ്പം നമ്മൾ പോയ യാത്ര മറ്റാർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ. എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഊട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ, അവർക്ക് വേണ്ടി. അപ്പം ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ടൈമാണ്, സീസണാണ്, അടിപൊളി ക്ലൈമറ്റാണ്. അതേപോലെ ഊട്ടിയിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ വിട്ടോളൂ ഇനി ഊട്ടിക്ക്.